Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ പാർട്സ് അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർസിന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിൻഡോസിന്റെ പാർട്സുകളെല്ലാം നമ്മൾ അവിടെ പറഞ്ഞതാണ്. കമ്പോണൻസ് ഓഫ് വിൻഡോസ്, ഡോർസ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആണ്. മെയിൻ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിക്സ്റ്റേഴ്സ്, നമ്മുടെ ലോക്ക് പോലത്തെ സാധനങ്ങൾ, ഫാസ്റ്റനേഴ്സ്, ഡോർസിനും വിൻഡോസിനും ഉപയോഗിക്കുന്ന ലോക്കും ഫാസ്റ്റനേഴ്സിനെ കുറിച്ച് കൂടെ ഉള്ളതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വി ഗോ ടു ടൈപ്സ് ഓഫ് വിൻഡോസ്. നമുക്ക് പഠിക്കാനുള്ളത് ഫിക്സഡ് വിൻഡോസ്, സ്ലൈഡിംഗ് വിൻഡോസ്, പിവറ്റഡ് വിൻഡോസ്, ഡബിൾ ഹങ് വിൻഡോസ്, ലോവേർഡ് വിൻഡോസ്, കേസ്മെന്റ് വിൻഡോസ്, മെറ്റൽ വിൻഡോസ്, സാഷ് വിൻഡോസ്, കോർണർ വിൻഡോസ്, ബേ വിൻഡോസ്, ഡോർമർ വിൻഡോസ്, ക്ലിറിസ്റ്റോറി വിൻഡോസ് അല്ലെങ്കിൽ ക്ലിറിസ്റ്റോറി വിൻഡോസ് എന്നും പറയാറുണ്ട്, ക്ലിറിസ്റ്റോറി വിൻഡോസ് ആണ്, ലാൻഡേൺ വിൻഡോസ്, ഗാബിൾ വിൻഡോസ്, വെന്റിലേറ്റേഴ്സ് ആൻഡ് സ്കൈലൈറ്റ്സ്. ഒന്നുകൂടെ പറയാം: ഫിക്സഡ് വിൻഡോസ്, സ്ലൈഡിംഗ് വിൻഡോസ്, പിവറ്റഡ്, ഡബിൾ ഹങ്, ലോവേർഡ്, കേസ്മെന്റ്, മെറ്റൽ വിൻഡോസ്, സാഷ്, കോർണർ വിൻഡോസ്, ബേ വിൻഡോസ്, ഡോർമർ വിൻഡോസ്, ക്ലിറിസ്റ്റോറി വിൻഡോസ്, ലാൻഡേൺ, ഗേബിൾ വിൻഡോസ്, വെന്റിലേറ്റേഴ്സ് ആൻഡ് സ്കൈലൈറ്റ്സ്. നമുക്ക് ഓരോന്നിന്റെയും ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് നോക്കാം. നമ്മൾ നോർമലി കാണുന്ന വിൻഡോസുകളൊക്കെ തന്നെയാണ്, നമ്മൾ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേം പഠിക്കുന്നത് മാത്രം. ഓക്കെ, ഫിക്സഡ് വിൻഡോസ് നമ്മൾ they are fixed to the wall without any closing or opening operation. അതായത് ഒരു ചുമരിൽ ഫിക്സ് ആയിട്ട് വെക്കുന്ന ഗ്ലാസ് പാനലായിട്ട് വെക്കുന്ന വിൻഡോകൾ, അത് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പറ്റത്തില്ല. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ചില വലിയ ഹാളുകളിലൊക്കെ ലിൻഡൽ ഹൈറ്റും കഴിഞ്ഞ് ചില പോർഷൻസിൽ ഫിക്സഡ് വിൻഡോ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓഡിറ്റോറിയം, മസ്ജിദുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ടോപ്പ്, അതായത് സ്ലാബിന് തൊട്ട് താഴെ ഒരു ഓപ്പണിംഗ് കൊടുക്കാറുണ്ട്. അവിടെ ഒന്നുമില്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വുഡ് ഉപയോഗിച്ചോ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള വിൻഡോകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന്റെ പർപ്പസ് എന്താണ്? ജസ്റ്റ് ടു അഡ്മിറ്റ് ദ ലൈറ്റ് ഇൻ ടു ദ റൂം. ലൈറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഫിക്സഡ് വിൻഡോസ് കൊടുക്കുന്നത്. മാത്രമല്ല, ചില കേസുകളിൽ ചില ഫിക്സഡ് വിൻഡോസ് ഫയർ എസ്കേപ്പിംഗ് വിൻഡോസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം അതിന് തൊട്ടടുത്ത് ഒരു ഹാമർ പ്രൊവൈഡ് ചെയ്യും, നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫയർ എസ്കേപ്പിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയാണ് ഫിക്സഡ് വിൻഡോസ് നോർമലി ഉപയോഗിക്കുന്നത്. അതിന് ഷട്ടർ മൂവബിൾ ആയിരിക്കില്ല, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി സ്ലൈഡിംഗ് വിൻഡോസ്. ഇത് നോർമലി കാണപ്പെടുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് മെയ്ഡ് ചെയ്യുന്ന, അലൂമിനിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന വിൻഡോസ് എല്ലാം സ്ലൈഡിംഗ് വിൻഡോസ് ആണ്. നോർമലി പബ്ലിക് ബിൽഡിംഗ്സ് ലൈക്ക് ഹോസ്പിറ്റൽസ് പോലത്തെ ഇതിലാണ് സ്ലൈഡ് വിൻഡോസ് നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് കാണപ്പെടുന്നത്. വിൻഡോ ഷട്ടേഴ്സ് ആർ മൂവബിൾ ഇൻ ദ ഫ്രെയിം. നമ്മൾ സ്ലൈഡിംഗ് ഡോർസ് പറഞ്ഞു, അതുപോലെ തന്നെ യൂസ്വലി ഫൗണ്ട് ഇൻ ബസ്സസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും KSRTCയുടെ ഒക്കെ പുതിയ ടൈപ്പ് റെഡ് KSRTCയുടെ ബാക്ക് സൈഡും രണ്ട് ഡോറും സ്ലൈഡിംഗ് ആണ്. അതുപോലെ തന്നെ ചില ശബരി പോലത്തെ KSRTCയിലെ വിൻഡോ സ്ലൈഡിംഗ് ആണ്. ഗ്ലേസ്ഡ് വിൻഡോസ്, അത് സ്ലൈഡിംഗ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ചില ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ ബാങ്ക് കൗണ്ടർ എക്സെട്ര അതുപോലത്തെ സ്ഥലങ്ങളിലെല്ലാം സ്ലൈഡിംഗ് വിൻഡോസ് നമ്മൾ കാണുന്നുണ്ട്. ഇനി എന്താണ് പിവറ്റഡ് വിൻഡോസ്? ഇതെല്ലാം നിങ്ങൾക്ക് നെയിമിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. പിവറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, പിവറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ പിവറ്റഡ് വിൻഡോസ് ആണ് അടുത്ത പഠിക്കാനുള്ളത്. പിവറ്റ്സ് ആർ പ്രൊവൈഡഡ് ടു വിൻഡോ ഫ്രെയിംസ്. വിൻഡോ ഫ്രെയിമിന് ഒരു പിവറ്റ് കൊടുത്തിട്ടുണ്ട്, അതിലോട്ടാണ് ഷട്ടർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിവറ്റ് ഇസ് എ ഷാഫ്റ്റ് വിച്ച് ഹെൽപ്സ് ടു ഓസിലേറ്റ് ദ ഷട്ടർ. കണ്ടോ, ഈ ഷട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെന്റർ പോയിന്റ് വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പിവറ്റഡ് വിൻഡോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ടാവും. കാരണം ഈ ഒരു കേസിൽ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെ? അത് ഹൊറിസോണ്ടൽ പിവറ്റഡ് ആയിരിക്കും. ഇനി വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, ഈ ഒരു ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് വെർട്ടിക്കലി പിവറ്റഡ് ആയിട്ടായിരിക്കും, വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഉള്ളത്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പിവറ്റഡ് വിൻഡോസ്. ഓക്കെ, ഇനി ഡബിൾ ഹങ് വിൻഡോസ്.
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഷട്ടേഴ്സ് അറ്റാച്ച്ഡ് ടു വൺ ഫ്രെയിം. അതായത് സ്ലൈഡിംഗ് പോലെ തന്നെ സ്ലൈഡിങ്ങിന്റെ ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ്. ഷട്ടേഴ്സ് ആർ അറേഞ്ച്ഡ് വൺ അബവ് ദി അതർ, ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ്. നമ്മുടെ നാടുകളിൽ അങ്ങനെ അത്ര കോമൺ അല്ല, എങ്കിലും ചില ഫിലിമുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരം ഒന്നിന് മുകളിൽ ഒന്നായി. ഇത് വേറെ ഷട്ടറാണ്, ഇത്രയും കാണുന്ന പോർഷൻ. ഇത് വേറെ, ഇതിനുള്ളിൽ വേറെ ഷട്ടർ ഉണ്ട്, ഇത്രയും പോർഷൻ. ഒന്നിന് മുകളിലൂടെ തന്നെ നീങ്ങാൻ പറ്റും. ഒന്ന് നമുക്ക് മൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ ലൈറ്റ് അഡ്മിറ്റ് ചെയ്യാം, എയർ അഡ്മിറ്റ് ചെയ്യാം, തമ്മിൽ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇതാണ് ഡബിൾ ഹങ് വിൻഡോസ്. ഓക്കെ. ലൂവേർഡ് വിൻഡോസ്, ലൂവേർഡ് ഡോർസ് നമ്മൾ പറഞ്ഞു, സെയിം കേസ് തന്നെ. അതിന്റെ വിൻഡോ പ്രൊവൈഡ് ഫോർ ദ വെന്റിലേഷൻ വിത്തൗട്ട് എനി ഔട്ട്സൈഡ് വിഷൻ. പ്രൊവൈഡഡ് ഫോർ ദ വെന്റിലേഷൻ വിത്തൗട്ട് എനി ഔട്ട്സൈഡ് വിഷൻ. ദേ ആർ യൂസ്ഡ് ഇൻ ബാത്റൂം, ടോയ്ലറ്റ്സ് ആൻഡ് പ്രൈവസി പ്ലേസസ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകം എന്താണ്? ദേ അഡ്മിറ്റ് വെന്റിലേഷൻ, എന്നാൽ ഡയറക്റ്റ് വിഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് ലൂവേർഡ് വിൻഡോസ്. ഓക്കെ. Then we can go to casement windows. ഇതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഓർഡിനറി എല്ലാ വിൻഡോകളും casement windows ആണ്. casement windows, ഈ ടേംസുകൾ അറിഞ്ഞിരിക്കലും ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല നിങ്ങൾ സൈറ്റിലോ മറ്റോ പോവുകയാണെങ്കിൽ ബില്ലും എസ്റ്റിമേറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക ഇത്തരം ടേമുകൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിലുള്ള ഓരോ ടേമുകൾ എന്താണെന്ന് നമ്മൾ നാടൻ സ്ഥിരം കാണുന്ന ഐറ്റം തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കേസ്മെന്റ് വിൻഡോസ്. ഓക്കെ. വൈഡ്ലി യൂസ്ഡ് ആൻഡ് കോമൺ. ഓർഡിനറി വിൻഡോ ആണ് കേസ്മെന്റ് വിൻഡോ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വിൻഡോ. ഇതിന്റെ പ്രത്യേകത എന്താ? ഷട്ടേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ഫ്രെയിം ആൻഡ് ക്യാൻ ബി ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ് ലൈക്ക് ഡോർ ഷട്ടേഴ്സ്. ഡോർ ഷട്ടേഴ്സ് പോലെ തന്നെ ഓപ്പണും ക്ലോസ് ചെയ്യാൻ പറ്റും, വിൻഡോ ഫ്രെയിം പോലെ. ഇതിനെയാണ് കേസ്മെന്റ് വിൻഡോസ് എന്ന് പറയുന്നത്. കേസ്മെന്റ് വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഇനി കേസ്മെന്റ് വിൻഡോസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ നോർമൽ കാണപ്പെടുന്ന വൈഡ്ലി യൂസ്ഡ് ആൻഡ് കോമൺ ആയിട്ടുള്ളതാണ് കേസ്മെന്റ് വിൻഡോസ്, ഓർഡിനറി വിൻഡോസ്. ദേ ഷട്ടേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ഫ്രെയിംസ് ആൻഡ് ക്യാൻ ബി ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ് ലൈക്ക് ഡോർ ഷട്ടേഴ്സ്. ഇനി മെറ്റൽ വിൻഡോസ്. മെറ്റൽ വിൻഡോസ് എന്ന് പറയുന്നത് made up of mild steel, very cheap and have more strength. ചീപ്പ് എന്ന് പറയാൻ കാരണം അതിന്റെ എക്കണോമി കൺസിഡർ ചെയ്തിട്ടാണ്, അതായത് അതിന്റെ ലൈഫ് സ്പാൻ കൺസിഡർ ചെയ്ത് സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ അത് ചീപ്പാണ്. മറ്റ് വിൻഡോസിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ബിൽഡിങ്ങിനെല്ലാം ഇത്തരം മെറ്റൽ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മെറ്റൽ വിൻഡോ, മെറ്റൽ ഉപയോഗിച്ചുണ്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇതൊക്കെ ആ ഒരു രീതിയിൽ എടുക്കാവുന്നത്. സാഷ് വിൻഡോസ്. ഇങ്ങനെ നമുക്ക് വേർഡിങ്സ് ഒന്നും കിട്ടാത്ത വിൻഡോസിനെ കുറിച്ച് നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. സാഷ് വിൻഡോ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കേസ്മെന്റ് വിൻഡോ വിത്ത് പാനൽ ഫുള്ളി ഗ്ലേസ്ഡ്. കേസ്മെന്റ് വിൻഡോ തന്നെയാണ്, ഇതിൽ പാനൽ എല്ലാം ഫുള്ളി ഗ്ലേസ്ഡ് ആയിരിക്കും. കണ്ടില്ലേ, ഇതിൽ കംപ്ലീറ്റ് പാനലും ഗ്ലേസ്ഡ്. ഇത് ഒരൊറ്റ പാനലാണ് ആക്ച്വലി, ഇത് ഗ്ലേസ്ഡ് ആണ്. എന്നിട്ട് അതിനകത്ത് തന്നെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പാനലാണ് ഇത്, കണ്ടില്ലേ. അതിനകത്ത് പാർട്ടീഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? വുഡനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിമ്പറോ വെച്ചിട്ടാണ് അത് ടിമ്പർ വെച്ചിട്ടാണ് ഇത് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള. ആ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ടിമ്പർ പീസിനെയാണ് സാഷ് എന്ന് പറയുന്നത്. സ്പേസ് ബിറ്റ്വീൻ റെയിൽസ് ഈസ് ഡിവൈഡ് ഇൻടു സ്മാൾ പാനൽസ് ബൈ മീൻസ് ഓഫ് സ്മാൾ ടിമ്പർ മെമ്പർ കോൾഡ് സാഷ് ബാർ ഓർ ഗ്ലേസിംഗ് ബാർ. ഇതിനെയാണ് സാഷ് ബാർ എന്ന് ഗ്ലേസിംഗ് ബാർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വിൻഡോസ് ആണ്. ഇപ്പൊ അത്തരം മോഡൽ, കുറച്ച് മുന്നത്തെ ഒരു മോഡലായിട്ട് വന്നിരുന്ന വിൻഡോസ് ആണ് ഈ സാഷ് വിൻഡോസ്. കംപ്ലീറ്റ് ഗ്ലേസിംഗ് ആയിരിക്കും. അതിനിടയ്ക്ക് ചെറിയ നമ്മുടെ നാട്ടില് ഭാഷയിൽ പറയുകയാണെങ്കിൽ റീപ്പർ വെച്ചിട്ട്, മരത്തിന്റെ ചെറിയ റീപ്പർ വെച്ചിട്ട് അതില് ഒരു പാർട്ടീഷൻ പോലെ, അത് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ ചെറിയ ഗ്ലാസ് പീസുകൾ വെച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ആക്ച്വലി അത് വൺ സിംഗിൾ ഗ്ലാസ് പീസ് ആയിരിക്കും. അത് പുറമേ ചെറിയ റീപ്പർ വെച്ച് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡിഫറെന്റ് ഗ്ലാസ് പീസ് വെച്ച് ചെയ്യുന്നതുണ്ട്. കോസ്റ്റ് കോമൺ ആയിട്ടത് റണ്ണർ പീസ് വെച്ച് റീപ്പർ പീസ് വെച്ചിട്ട്, അതായത് സാഷ് ബാർസ് ഒരു ഗ്ലേസിംഗ് ബാർസ് വെച്ചിട്ട് പുറമേ നോക്കുമ്പോൾ ഒരു അപ്പിയറൻസ്, ഒരു ചെറിയ ചെറിയ ഗ്ലാസ് പീസ് വെച്ച പോലെ ഒരു അപ്പിയറൻസ് ഉണ്ടാക്കും. ഈ ടൈപ്പ് വിൻഡോസ് ആണ് സാഷ് വിൻഡോസ്. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്.
type of casement window with the panels fully glazed. Space between rails is divided into small panels by means of small timber members called sash bars or glazing bars. Okay, ഇതാണ് sash windows. ഇനി corner windows. As its name indicates, it's provided at the corners. Provided at the corners of a room. ഇത് എന്തിനാണ് കോർണറുകളിൽ വിൻഡോ പ്ലേസ് ചെയ്യുന്നത്? In order to admit more light and air can be admitted into the room if you provide window at the corner. ഇപ്പൊ നമ്മുടെ നാടുകളിൽ കോമൺ ആയിട്ട് ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്നത് വിൻഡോ ഒക്കെ റൂമിനെ സെന്റർ ആയിട്ട് വെക്കുന്ന ഒരു ശീലമായിരുന്നു. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. കോർണർ പ്ലേസിൽ ഒരു റൂമിന് സെന്ററിൽ നിന്ന് മാറി വിൻഡോ പ്ലേസ് ചെയ്യുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. ആ ഒരു ടൈപ്പിലൊക്കെ ഈ ഒരു കോർണർ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ബിൽഡിംഗ് കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ വൈസ് അല്ലെങ്കിൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ വൈസ് ആക്ച്വലി ഇത്തരം വിൻഡോകൾ പ്രൊവൈഡ് ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇതിന് ലിൻഡൽ എന്ന് പറയുമ്പോൾ അത് എൽ ഷേപ്പിൽ നമ്മൾ ചെയ്യണം. ഇവിടെ കോർണറിൽ എക്സ്ട്രാ സപ്പോർട്ട് ഒന്നും ചെയ്യില്ല. ഇതിന്റെ ഫ്രെയിമിൽ തന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ലിൻഡൽ ബീം അവിടെ കൊടുക്കണം. ഇത്തരം ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എങ്കിലും മോർ എസ്തെറ്റിക് അപ്പിയറൻസ് ആണ്. മോർ ലൈറ്റ് ആൻഡ് എയർ ക്യാൻ ബി എൻറ്റേർഡ് ഇൻ ടു ദ റൂം ഇഫ് യു പ്രൊവൈഡ്. അതായത് അതിന്റെ ബിൽഡിങ്ങിന്റെ പ്ലേസ് ചെയ്ത ഡയറക്ഷൻ, അതായത് നോർത്ത് ഈസ്റ്റ് രീതി ഏത് രീതിയിലോട്ടാണ് വരുന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് വെസ്റ്റ് സൈഡാണ് ഇവിടുന്നാണ് കൂടുതൽ എയർ എൻ്റർ ചെയ്യുക. എങ്കിലും കോർണേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റിന് എയറിനെ എൻ്റർ ചെയ്യിക്കാൻ പറ്റും. കാരണം രണ്ട് ഡയറക്ഷനിൽ നിന്നും നമുക്ക് എയർ ആൻഡ് ലൈറ്റ് എൻ്റർ ചെയ്യിക്കാൻ പറ്റും. അതാണ് കോർണർ വിൻഡോസിന്റെ പ്രത്യേകത. കോർണർ വിൻഡോസ് they are provided at the corners of a room. Light or air can enter the room in two different directions. Okay, അതാണ് കോർണർ വിൻഡോ. ബേ വിൻഡോ. ബേ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ പ്രൊജക്റ്റഡ് ഫ്രം വാൾ ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് ഓപ്പൺ. ഇത് പ്രൊജക്റ്റഡ് വിൻഡോ. ഇത് കേരള PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ബേ വിൻഡോ എന്ന് പറയുന്നത് എനാബിൾസ് മോർ വെന്റിലേഷൻ ആൻഡ് ലൈറ്റ് ഫ്രം ഔട്ട്സൈഡ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറ് വിൻഡോ പ്രൊജക്റ്റഡ് ഔട്ട്സൈഡ് ഇൻ ഓർഡർ ടു അഡ്മിറ്റ് മോർ ലൈറ്റ് ആൻഡ് എയർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതിന്റെ ആൻസർ വരുന്നത് ഈ ബേ വിൻഡോ ആണ്. ഇതിന്റെ പ്രത്യേകത നിലവിലുള്ള ചുമരിൽ നിന്നും തള്ളിയിട്ടാണ് പുറത്തോട്ടാണ് എന്ത് ചെയ്യുക വിൻഡോ നിൽക്കുന്നത്. എക്സ്ട്രാ അതായത് കൂടുതൽ എയറിനെയും ലൈറ്റിനെയും അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ഓപ്പണിംഗ് ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളി നിർത്തുന്ന ഒരു ടൈപ്പാണ് ബേ വിൻഡോ എന്ന് പറയുന്നത്. പ്രൊജക്റ്റഡ് ഫ്രം വാൾ ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് ഓപ്പണിംഗ്. enables more ventilation and light from outside. കേരള PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ബേ വിൻഡോസ്. ഈ ടൈപ്പ് ഓഫ് വിൻഡോ നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ ടൈപ്പ് ഓഫ് വീടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിരുന്നു. ഇപ്പൊ ചിലയിടത്ത് വീണ്ടും ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി എസ്തെറ്റിക്കലി ഗുഡും കൂടിയാണ് ഇതിന്റെ അപ്പിയറൻസ് വൈസ്. മാത്രമല്ല ഈ ഒരു വിൻഡോ ചെയ്യുമ്പോൾ ഉള്ളില് ഒരു ഇൻസൈഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അവിടെ ഒരു സ്പേസ് കിട്ടും. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കാനോ ഒരു ടൈപ്പ് സ്പേസും കൂടെ ഈ ടൈപ്പ് വിൻഡോസിന് കിട്ടും. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാൻ നല്ലൊരു സ്പേസ് അവിടെ കിട്ടും. അതിന്റെ ഒരു പ്രത്യേകതയാണ്. These windows are projected outside in order to accommodate more light and wind. Okay, it's bay window. Bay window is projected from wall to increase the area of opening. ഏരിയ ഓഫ് ഓപ്പണിംഗ് ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്ന് കർവ്ഡ് ആയിട്ട് കൊടുക്കും. മാത്രമല്ല ഒരു കൂടുതൽ എയറിനെ വെന്റിലേഷൻ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. enables more ventilation and light from outside. They are bay windows. Okay. ഡോർമർ വിൻഡോസ്. ഈ ഡോർമർ വിൻഡോസും സെയിം PSCയുടെ ക്വസ്റ്റ്യൻസിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇത് സ്ലോപ്ഡ് റൂഫിൽ കൊടുക്കുന്ന വിൻഡോസ് ആണ്. They are the vertical windows provided at the sloping side of a roof. അതാണ് സ്ഥിരം ക്വസ്റ്റ്യൻ ഉണ്ടാകുക. വെർട്ടിക്കൽ വിൻഡോ പ്രൊവൈഡഡ് അറ്റ് ദ സ്ലോപ്പിംഗ് സൈഡ് ഓഫ് എ റൂഫ് എന്നാണ് സ്ഥിരം ചോദിക്കാറുള്ളത്. enable more ventilation and light, enhances aesthetic sense of room. aesthetic sense തന്നെയാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് സ്ലോപ്പിംഗ് റൂഫിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ വിൻഡോ ആണ്. ആക്ച്വലി വിൻഡോ ഈസ് പ്രൊവൈഡഡ് വെർട്ടിക്കലി, പക്ഷെ റൂഫ് സ്ലോപ്പ് ആണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം വെർട്ടിക്കലി വിൻഡോ കൊടുത്തൊക്കെയാണ്. അതാണ് ഡോർമർ വിൻഡോ. സ്ലോപ്ഡ് റൂഫിൽ സ്ലോപ്ഡ് ആയിട്ട് തന്നെ വരുന്ന വിൻഡോസ് വേറെ ഉണ്ട്. അത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ദേ ആർ ദ വിൻഡോസ് പ്രൊവൈഡഡ് വെർട്ടിക്കലി.
ഓൺ എ സ്ലോപ്പിംഗ് റൂഫ്, അല്ലെങ്കിൽ പിച്ച്ഡ് റൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിച്ച്ഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോപ്ഡ് റൂഫ്. ഓക്കെ, ദീസ് ആർ ദ vertical windows provided the sloped roof or pitched roof, the sloping side of a pitched roof. Okay, അല്ലെങ്കിൽ sloping side of a sloped roof എന്നും പറയാം, അല്ലെങ്കിൽ sloping side of a pitched roof. Enables more ventilation and light, enhances aesthetic sense of room. ഇതാണ് ഡോർമർ വിൻഡോ. ഡോർമർ വിൻഡോ കേരള PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ക്ലിറിസ്റ്റോറി വിൻഡോ അല്ലെങ്കിൽ സ്ലിറിസ്റ്റോറി വിൻഡോ, ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വിൻഡോ ആണ്. നമ്മൾ ചില വർക്ക്ഷോപ്പ് ബിൽഡിങ്ങുകൾക്കൊക്കെ കാണാൻ പറ്റും. പ്രൊവൈഡ് നിയർ റൂഫ് ഹൈറ്റ്സ്. നമ്മൾ രണ്ട് ഡിഫറെന്റ് റൂഫ് ഹൈറ്റ്സ് ഉണ്ട്. നോർമലി ഒരു വർക്ക്ഷോപ്പ് ബിൽഡിംഗ്, ഇങ്ങനെയുള്ള ഒരു വർക്ക്ഷോപ്പ് ബിൽഡിംഗ് ഉണ്ട്, തൊട്ടടുത്ത് അതിന്റെ ഒരു വരാന്ത പോർഷൻ, അത്ര ഹൈറ്റ് ഇല്ലാത്തൊരു പോർഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ കൊടുക്കുന്ന വിൻഡോ ആണ് ആക്ച്വലി ക്ലിറിസ്റ്റോറി വിൻഡോ. പ്രൊവൈഡഡ് ഫോർ റൂം വിച്ച് ഹാസ് ഗ്രേറ്റർ സീലിംഗ് ഹൈറ്റ് ദാൻ അതർ റൂംസ്. തൊട്ടടുത്ത റൂമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ റൂമിന് കൂടുതൽ സീലിംഗ് ഹൈറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുന്ന വിൻഡോ ആണ് ആക്ച്വലി ക്ലിറിസ്റ്റോറി വിൻഡോ. ഇതിന്റെ ഒരു പ്രത്യേകത കൊടുക്കാനുള്ള കാരണം, ഈ ഒരു ഇവിടെ പാസേജ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വരാന്ത സംതിങ് ആയിരിക്കും, ഈ ഒരു വരാന്തയിലോട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വിൻഡോ കൊടുത്താലും അത്ര ലൈറ്റ് അല്ലെങ്കിൽ വെന്റിലേഷൻ കിട്ടില്ല, കാരണം ഇവിടെ റൂഫ് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം ക്ലിറിസ്റ്റോറി വിൻഡോസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിറിസ്റ്റോറി വിൻഡോസ് ആർ പ്രൊവൈഡഡ് നിയർ റൂഫ് ഹൈറ്റ്സ്. അതായത് നമ്മൾ ലിൻഡലിന്റെ മുകളിലായിട്ടാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത്തരം വിൻഡോസ് കൊടുക്കുന്നത്. നോർമലി നമ്മൾ വിൻഡോ കൊടുക്കുന്ന ഏതാണ്? ലിൻഡൽ ലെവലും നമ്മുടെ വിൻഡോയുടെ ടോപ്പ് ലെവലും ഏകദേശം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ലിൻഡൽ ലെവലിന് താഴെയായിട്ടായിരിക്കും നമ്മൾ വിൻഡോ കൊടുക്കുന്നത്. ഇവിടെ അതിനേക്കാൾ മുകളിലാണ് വിൻഡോ പ്രൊവൈഡഡ് ഫോർ റൂം വിച്ച് ഹാസ് ഗ്രേറ്റർ സീലിംഗ് ഹൈറ്റ് ദാൻ ദി അതർ റൂംസ്. ഓക്കെ, ഇനി ലാൻഡൺ വിൻഡോസ് പ്രൊവൈഡഡ് ഫോർ ഓവർ ദ ഫ്ലാറ്റ് റൂഫ്. ഫ്ലാറ്റ് റൂഫിന്റെ മുകളിൽ കൊടുക്കുന്ന വിൻഡോസ് ആണ് ലാൻഡൺ. ഇത് ലൈറ്റിനെ കൂടുതൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊവൈഡ് മോർ ലൈറ്റ് ആൻഡ് എയർ സർക്കുലേഷൻ ടു ദ ഇന്റീരിയർ റൂംസ്. ഈ ടൈപ്പ് വിൻഡോസ് നമ്മുടെ നാട്ടുകളിൽ ഇപ്പോൾ പുതിയ ടൈപ്പ് മോഡേൺ ടൈപ്പ് വീടുകൾക്ക്, പുതിയ ആർക്കിടെക്ചർ ടൈപ്പ് വീടുകൾക്ക്, അത്യാവശ്യം നല്ല ലക്ഷറി വീടുകൾക്കൊക്കെ ഇത്തരം വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് റൂഫ് ടോപ്പിലൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ടേബിളിൽ, ഡൈനിങ് ടേബിളിനൊക്കെ ഉപയോഗിക്കുന്ന പെട്ടെന്ന് പൊട്ടാത്ത ടഫൻ ചെയ്തിട്ടുള്ള ഗ്ലാസുകൾ ആണ് ഇത്തരം ഏരിയകളിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത, നന്നായിട്ട് ലൈറ്റ് നമ്മളെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹാളിൽ വരുന്ന പോർഷനിലൊക്കെ റൂഫിൽ പർഗോള പോലെ ചെയ്തിട്ട് ഇത്തരം ഗ്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, നല്ല ലൈറ്റ് അഡ്മിറ്റ് ചെയ്യും ഹാളിൽ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നത്, ഇതിന്റെ ജോയിന്റ്സ് വാട്ടർ ടൈറ്റ് ആക്കാനാണ് ഏറ്റവും പ്രയാസം. നമ്മുടെ റെയിനി കണ്ടീഷൻസിന് ഇത് ലീക്ക് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പക്ഷെങ്കിലും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് പല വീടുകളിലും. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അത് മാത്രമാണ്. കാരണം ഇതിന്റെ ജോയിന്റ് വാട്ടർ ടൈറ്റ് ആക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആണ്. നല്ലപോലെ ഗം ചെയ്ത് നല്ല വെള്ളം സ്ലോപ്പ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ ചെയ്യണം. പല എഞ്ചിനീയറിംഗ് അപാകതകൾ കൊണ്ടും പല വീടുകളിലും ഇത്തരം ഗ്ലാസുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നീട് മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലാൻഡൺ വിൻഡോസ്. ലാൻഡൺ വിൻഡോസ് ആർ പ്രൊവൈഡഡ് ഓവർ ദ ഫ്ലാറ്റ് റൂഫ്സ്, പ്രൊവൈഡഡ് ടു അഡ്മിറ്റ് മോർ ലൈറ്റ് ആൻഡ് എയർ സർക്കുലേഷൻ ടു ദ ഇന്റീരിയർ റൂംസ്. നിങ്ങൾ പലപ്പോഴും ഈ PPT-യിൽ നിന്നുള്ള വേർഡിങ്സ് എഴുതുമ്പോൾ ഇത് വളരെ ഷോർട്ട് ആക്കിയിട്ട് ഗ്രമാറ്റിക് മിസ്റ്റേക്കുകളെല്ലാം ഇതിനകത്ത് ഈസും വാസും ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. അത് ആഡ് ചെയ്തിട്ട് തന്നെ നോട്ടിൽ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴും ഈ ഒരു ഷോർട്ടായിട്ട് മാത്രം എഴുതരുത്, ഇലാബറേറ്റ് ആയിട്ട്, കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് എഴുതണം. ഇതിൽ വേണ്ട ഗ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രം ഉൾപ്പെടുത്തിയിട്ടൊക്കെ എഴുതണം. കാരണം ഒരു എക്സാമ്പിൾ പറയാം, നേരത്തെ ഉണ്ടായിരുന്ന സീരീസ് എക്സാമിന് പ്ലൈവുഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിനീൽസ് ആർ പ്ലേസ്ഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് എന്നിട്ട് സ്ലാഷ് ഇട്ട് മോർ സ്ട്രെങ്ത് നിങ്ങൾ എഴുതി. ദേ ആർ പ്ലേസ്ഡ് സച്ച് ദാറ്റ് ഇൻ ഓർഡർ ടു ഗീവ് മോർ സ്ട്രെങ്ത്. അങ്ങനെ പ്ലേസ് ചെയ്തത് എന്തിനാണ്? മോർ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദേ ആർ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഇൻ ഓർഡർ ടു ഗീവ് മോർ സ്ട്രെങ്ത് എന്ന രീതിയിൽ തന്നെ അത് എഴുതണം. അപ്പോഴേ അതിന് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മറ്റുള്ള
ഇൻവിജിലേറ്ററിന് മനസ്സിലാവും. ഓക്കെ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഗേബിൾ വിൻഡോസ് provided for sloped roof buildings provided at the gable end of sloped roof. ഇത്തരം റൂഫുകളെ കുറിച്ച് പഠിക്കാം. റൂഫുകളുടെ ഈ ഒരു സൈഡിനെ പറയുന്ന പേരാണ് ഗേബിൾ എൻഡ്. ഈ ഒരു സൈഡ് ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു ചുമര് നിൽക്കുന്ന ഫേസ്, അതിനെ പറയുന്ന പേരാണ് ഗേബിൾ എൻഡ്. ഗേബിൾ റൂഫിന്റെ സ്ലോപ്ഡ് റൂഫിന്റെ ഗേബിൾ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡോസ് ആണ് ഗേബിൾ വിൻഡോസ്. സിമ്പിൾ ആണ്. സ്ലോപ്ഡ് റൂഫിംഗ് ബിൽഡിങ്സിന് കൊടുക്കുന്ന വിൻഡോ ആണ് ഗേബിൾ വിൻഡോസ്. ദേ ആർ പ്രൊവൈഡഡ് അറ്റ് ദ ഗേബിൾ എൻഡ് ഓഫ് എ സ്ലോപ്ഡ് റൂഫ്. ഓക്കെ, ദീസ് ആർ ഗേബിൾ വിൻഡോസ്. ഇനി നമുക്ക് വെന്റിലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. എന്താണ് വെന്റിലേറ്റേഴ്സ്? ദേ ആർ പ്രൊവൈഡഡ് ഫോർ പർപ്പസ് ഓഫ് വെന്റിലേഷൻ ഇൻ ദ റൂം, പ്രൊവൈഡഡ് അറ്റ് എ ഗ്രേറ്റർ ഹൈറ്റ് ദാൻ വിൻഡോസ് നിയറർ ടു റൂഫ് ലെവൽ. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ വെന്റിലേറ്ററിനെ മാത്രം കുറിച്ച് അങ്ങനെ ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് റീഡ് ചെയ്യണം. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ എന്താണ് വെന്റിലേറ്ററിന്റെ സൈസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഡോർസിനും വിൻഡോസിനും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലും അപ്ലൈ ചെയ്യാം. അതിന്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം. ഇതിപ്പോ ഒരു ഇൻ കേസ് വെന്റിലേറ്റർ മാത്രമായിട്ട് എക്സാമിന് ചോദിക്കില്ല, എങ്ങാനും വെന്റിലേറ്റർ മാത്രമായിട്ട് അങ്ങ് ചോദിച്ചു എന്നുണ്ടെങ്കിൽ ലാബറേറ്ററി ആയിട്ട് എഴുതാനുള്ള കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ വേണം. വെന്റിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ടെക്സ്റ്റ് റീഡ് ചെയ്യണം. ഇനി ടെക്സ്റ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റിന്റെ PDF ആണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. കാരണം ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്, എല്ലാം കൂടെ നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ടെക്സ്റ്റ് ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. സോഫ്റ്റ് ഇനി ഹാർഡ് കോപ്പി അവൈലബിൾ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സ്റ്റിന്റെ ഒരുപാട് എണ്ണം നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ടെലിഗ്രാമിൽ ഒരുപാട് അവൈലബിൾ ആണ്. അത് ആക്ച്വലി കോപ്പിറൈറ്റ് ഉള്ള സംഭവങ്ങളാണ്. ആക്ച്വലി ലീഗലി അത് തെറ്റാണ്, എങ്കിലും അത്യാവശ്യക്കാർക്ക് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, പലരും സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇനി സ്കൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓട്, മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ഇല്ലേ, ഓട് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഓട് മാറ്റിയിട്ട് അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. അതിനാ കൂടുതൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി. നിങ്ങൾ പഴയ ഓടിട്ട വീടുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൽ ഒരു ഓട് പീസ് മാറ്റിയിട്ട് അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. ഇതാണ് ആക്ച്വലി സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. ദേ ആർ പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് ഓഫ് സ്ലോപ്ഡ് റൂഫ്. സ്ലോപ്ഡ് റൂഫിന്റെ ടോപ്പുകൾ കുറച്ച് മുകളിലായിട്ടാണ് കൊടുക്കുക. ടു അഡ്മിറ്റ് മോർ ലൈറ്റ് ഇൻ ടു ദ റൂം. മോർ ലൈറ്റ് മാത്രം ഇവിടെ വെന്റിലേഷൻ ചെയ്തിട്ട് ഗ്ലാസ് ആണ്. പ്രൊവൈഡഡ് പാരലൽ ടു ദ സ്ലോപ്പിംഗ് സർഫസ്. ഇവിടെ സ്ലോപ്പിംഗ് സർഫസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ലോപ്പിംഗ് സർഫസിന് പാരലൽ ആയിട്ട് തന്നെ, സ്ലോപ്ഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വിൻഡോ സ്കൈലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി കണ്ടോ, നമ്മൾ സ്ലോപ്പിംഗ് റൂഫിൽ വെർട്ടിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്ത വിൻഡോ ഏതായിരുന്നു? ഡോർമർ വിൻഡോ ആയിരുന്നു. ഇത് സ്ലോപ്പിംഗ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് പാരലൽ ടു സ്ലോപ്പിംഗ്, ക്യാൻ ബി ഓപ്പൺഡ് വെൻ ബി റിക്വയർഡ്. ചില കേസിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലായിട്ട് ഉണ്ടായിരിക്കുക. ചില കേസിൽ ഓപ്പൺ ചെയ്യാത്ത ഫിക്സഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. നോർമലി ആക്ച്വലി ഒരു സ്കൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പണബിൾ ആണ് എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഓടിൽ വെക്കുന്ന ഗ്ലാസ് ഒന്നും അത്ര ഓപ്പണബിൾ അല്ല. ആക്ച്വലി സ്കൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പണബിൾ കൂടെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, these are called skylights. They are provided on the top of sloped roofs. They are provided to admit more light into the room, and they are provided parallel to the sloping surface and can be opened whenever required. Okay, these are skylights. ഇനി ഇത്രയാണ് നമ്മുടെ വിൻഡോസിനെ കുറിച്ച് പറയാനുള്ളത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡോസ്. ഇനി വിൻഡോസിലും ഡോർസിലും വരുന്ന ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ്. ഫിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അനുബന്ധമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ലോക്ക്, ബോൾട്ടുകൾ, ഹിഞ്ചുകൾ, ഇതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഫാസ്റ്റനേഴ്സ് ഉദ്ദേശിച്ചത് അതിനെ ഉറപ്പിക്കാൻ ഇല്ലേ, നമ്മള് ഹിഞ്ചൊക്കെ ആക്ച്വലി ഒരു ഫാസ്റ്റനായിട്ട് വരും. ഡോർ ഹാൻഡിൽ ഇതൊരു ഫിക്സ്ചർ ആണ്. ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഫിക്സ്ചർ ആണ്. നേരെ മറിച്ച് ഒരു ഡോറിൽ ഹിഞ്ച് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന എക്സ്ട്രാ വല്ല ഫിറ്റിങ്സും ഒരു നെയിൽ കൊടുത്തിട്ട് ഉറപ്പിച്ച് നിർത്തുന്നത് ഫാസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഹോൾഡ് ഫാസ്റ്റ്.
നമ്മൾ ഹോൾഡ് ഫാസ്റ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഹോൾഡ് ഫാസ്റ്റ് ഫ്രെയിം ഉറപ്പിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാസ്റ്റർ ആണ് എന്ത് ഹോൾഡ് ഫാസ്റ്റ്. ഓക്കെ, ഇനി ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹിഞ്ചസിനെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹിഞ്ചസ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് പലപ്പോഴായിട്ടും പ്രത്യേകിച്ച് നിങ്ങൾ പ്രാക്ടിക്കൽ പർപ്പസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടേമുകളാണ്. ഈ ടേമുകൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ടെക്നിക്കൽ ടേമുകൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് സിവിലിൽ മെയിൻ ആയിട്ട് നമ്മുടെ ജോലി. അപ്പം ഇത്തരം ടേമുകളൊക്കെ സ്ഥിരമായിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ആണ്. നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു സൈറ്റിലെ ചാർജ് തന്നു. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും? അവിടെ ഡ്രോയിങ്സ് ഉണ്ടാവും, സോയിൽ റിപ്പോർട്ടുകൾ, അവിടുത്തെ ഫൗണ്ടേഷൻ, അവിടുത്തെ സോയിലിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും, അവിടുത്തെ ഭൂമിയുടെ ലെവലുകൾ ഉണ്ടാവും. നിങ്ങൾ ലെവലിംഗ് സർവേയിൽ പഠിച്ചില്ല, അതുണ്ടാവും. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രോയിങ്ങിനെ അതിന്റെ കൂടെ തന്നെ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാവും. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ് ഉണ്ടാവും. ബിൽ ഓഫ് ക്വാണ്ടിറ്റി, BOQ എന്ന് പറയും, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ എന്താണ്, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഓരോ ഐറ്റം മെറ്റീരിയലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഡോർ ആണെങ്കിൽ ഡോർ ഫ്രെയിം ഓഫ് ദിസ് ഫസ്റ്റ് ക്ലാസ് തേക്ക് വുഡ് അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ഏത് ടൈപ്പ് വുഡ് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ സൈസ് എത്രയും, മിനിമം തിക്നെസ് എത്രയാണ്, അതിന്റെ ക്വാളിറ്റി എങ്ങനെ, ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള ക്വാളിറ്റി അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഓരോ എസ്റ്റിമേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡോർ ആണെങ്കിൽ അതിൽ ഏത് ഹിഞ്ചസ് ഉപയോഗിക്കണം, ബ്രാസ് ഹിഞ്ച് ഉപയോഗിക്കണോ, സ്റ്റൈൻലെസ് സ്റ്റീൽ ഹിഞ്ച് ഉപയോഗിക്കണം, മൈൽഡ് സ്റ്റീൽ ഹിഞ്ച് ഉപയോഗിക്കണം, അത് ഏത് ടൈപ്പ് ഹിഞ്ചാണ്, ബട്ട് ഹിഞ്ചാണോ, ബ്ലാക്ക് ഫ്ലിപ്പ് ഹിഞ്ചാണോ, പാർലമെന്ററി ഹിഞ്ചാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് വർക്കുകൾ എടുക്കുമ്പോൾ അതിൽ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അത് തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിലെ ഇൻചാർജിന് അത് അല്ലാണ്ട് തെറ്റായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുക, അതല്ല അതിലില്ലാത്തൊരു മെറ്റീരിയൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടില്ല. അങ്ങനെയാണ് ഒരു സൈറ്റിന്റെ പ്രൊസീജിയർ. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു എസ്റ്റിമേറ്റിന്റെ കോപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരും ക്വാണ്ടിറ്റി സർവേയിലും കാര്യങ്ങളിലും നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിലുള്ള ടേമുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡോറിന്റെ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ നിങ്ങൾക്ക് അവിടെ ഡോർ തന്നു, ഇത്ര എണ്ണം ഡോർ ഉണ്ട്, ആ ഡോറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ബട്ട് ഹിഞ്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഈ ബട്ട് ഹിഞ്ച് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഒരു ഡീമെറിറ്റ് ആയിട്ട്, നിങ്ങളുടെ പെർഫോമൻസിന് ഒരു ഡീമെറിറ്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്യപ്പെടും. നിങ്ങളുടെ പ്രൊജക്ട് മാനേജറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അതോറിറ്റി, ഹയറാർക്കിയിലുള്ള ആരെങ്കിലും അത് നിങ്ങളുടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നോട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരം ടേംസുകൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇതെല്ലാം സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന സാധനം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഗൂഗിളിൽ ഉണ്ടാവും. നിങ്ങൾ നോർമലി കാണുന്ന സാധനങ്ങൾ തന്നെയാണ്, അതിന്റെ പേര് പഠിച്ചെടുക്കുക എന്ന് മാത്രമേ സിവിൽ എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കിലൊക്കെ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ചസ് എന്താണ്? ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ചസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. വളരെ തിൻ ആയിട്ടുള്ള ഷട്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ചസ് വരുന്നത്. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്നതാണ് ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ചസ്. ഇതിനിങ്ങനെ ഒരു തിന്നായിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ടാവും, അത് ഇത്തിരി ഒരു ഓവൽ ഷേപ്പിൽ ആണ് ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ചസ് ഉണ്ടായിരുന്നത്. ഇനി ബട്ട് ഹിഞ്ചസ്, ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബട്ട് ഹിഞ്ചസ്. നോർമലി എല്ലാ എസ്റ്റിമേറ്റിലും കാണപ്പെടുന്നത് ഈ ബട്ട് ഹിഞ്ചാണ്. നമ്മൾ കാണപ്പെടുന്ന, അതായത് രണ്ട് പ്ലേറ്റുകൾ അതിന് തമ്മിൽ ഹിഞ്ച് ചെയ്തിട്ടുണ്ടാവും സെൻട്രൽ, ഇത് തമ്മിൽ മൂവ് ചെയ്യും. ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹിഞ്ച്, ബട്ട് ഹിഞ്ചസ്. ഓക്കെ, ഇനി കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ചസ്. ഇതിനെന്താണ് കൗണ്ടർ ഫ്ലാപ്പ് എന്ന് ഉദ്ദേശിച്ചത്? ഇതിനെ പിറകിലോട്ട് ഇത് മൂവ് ചെയ്യില്ല, ഇതിന് ലോക്കിംഗ് ഉണ്ടാവും. ഒരു സൈഡിലോട്ട് മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യൂ. അതാണ് കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ച്. ടു ലീവ്സ് ക്യാൻ ബി ഫോൾഡ്, സോറി കനോട്ട് ബി ഫോൾഡ് ബാക്ക് ടു ബാക്ക് ആണ്. സോറി, ഇതില് മിസ്റ്റേക്ക് വന്നതായിരിക്കും, അത് ഞാൻ നോക്കിയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ചസ് ഇത് ഓൾഡ് ടൈപ്പ് ഹിഞ്ചസ് ആണ്, പഴയ ടൈപ്പ് ഹിഞ്ചസ് ആണ്. ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഞാനത്
തിരുത്തി തരാം. ഞങ്ങൾക്ക് പിന്നീട് അത് ഗ്രൂപ്പിൽ പറയാം. ഓക്കെ. കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ചസിനെ കുറിച്ച് ആക്ച്വലി എനിക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. നോക്കാം. എൻ്റെ ഓക്കെ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണോ അതോ ടെക്സ്റ്റ് നിന്ന് എടുത്ത മിസ്റ്റേക്ക് ആണോ നോക്കാം. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകാം. ഗാർനെറ്റ് ഹിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം കുറച്ചുകൂടി ലെങ്ത്തിൽ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർസ് ഒക്കെ കുറച്ചുകൂടി വെയിറ്റ് ഹെവി ആയിരിക്കും. മാത്രമല്ല കുറച്ചുകൂടി വിഡ്ത്ത് കൂടുതലായിരിക്കും. നമ്മളെ താൽക്കാലിക ആയിട്ടുള്ള ഷട്ടേഴ്സിനും ഗോഡൗൺസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത്രയും ഭാഗം കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷൻ. ഇതാണ് നമ്മൾ ഷട്ടറിൽ ഫിക്സ് ചെയ്യുന്നത്, ഇതാണ് ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് ഗാർനെറ്റ് ഹിഞ്ച്. ഇതൊക്കെ ഹോൾഡർ ടൈപ്പ് ഹിഞ്ചസ് ആണ്. കോമൺലി ഇപ്പൊ യൂസ് ചെയ്യുന്നത് ബട്ട് ഹിഞ്ചസ് ആണ്. ഓക്കെ, ഇനി പാർലമെന്ററി ഹിഞ്ചസ്. ഇതും ഇപ്പോ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ബട്ട് ഹിഞ്ചസ്. ഓക്കെ, കുട്ടികൾ കാണാൻ പറ്റും ഈ ഒരു ആനിമേഷനിൽ തുറക്കുന്നു അടക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഈ പ്ലേറ്റ് കഴിഞ്ഞിട്ട് ഒരു ഇത്രയും പോർഷൻസ് ഉണ്ടാവും. ഷട്ടറിൽ ഫിക്സ് ചെയ്ത പോർഷൻ കഴിഞ്ഞിട്ട് ഇത്രയും പോർഷൻസ് ഉണ്ടാവും. ഇത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വിൻഡോ പ്ലേസ് ചെയ്തതിന് ഇൻസൈഡ് ആയിട്ടാണ്. അതായത് ഇതൊരു വാൾ ആണെങ്കിൽ ഈ വിൻഡോ ആക്ച്വലി പ്ലേസ് ചെയ്തത് ഇവിടെയാണ്. ഇത് ഔട്ട്സൈഡ് ആണ് വിചാരിക്കുക, ഇത് ഇൻസൈഡ്. ഈ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് പുറത്തോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് പ്രശ്നം ഉണ്ടാവും. ഈ ഒരു ചുമരുമ വന്ന് ഇത് ഇടിക്കും. ഫുള്ളായിട്ട് ചുമരിൽ പാരലായിട്ട് മടക്കി വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ അത് പോസിബിൾ ആക്കുന്ന ഹിഞ്ചസ് ആണ് ആക്ച്വലി എന്ത്, പാർലമെന്ററി ഹിഞ്ചസ്. കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടോ, ഇത് ഫുള്ളായിട്ട് ഈ വാളിന് പാരലായിട്ട് തന്നെ കാണിക്കുകയാണെങ്കിൽ, ഇത് ഇങ്ങനെ ഓപ്പണിംഗ് ആണെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുന്ന വാളില്ലേ, ആ വാളിൽ ഫുള്ളായിട്ട് തുറന്നു വെക്കാൻ പറ്റും. അതാണ് പാർലമെന്ററി ഹിഞ്ചിന്റെ പ്രത്യേകത. ദേ ആർ പ്രൊവൈഡഡ് ടു അവോയ്ഡ് ഒബ്സ്ട്രക്ഷൻ ഡ്യൂ ടു ഷട്ടർ വിച്ച് ലൈ അലോങ് ദ വാൾ. വാളിൽ മുഴുവനായിട്ട് ചില കേസുകളിൽ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഡോറുകൾക്കും ഈ ഹിഞ്ച് പ്രൊവൈഡ് ആണ്. നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുക, ഇപ്പോ ഇങ്ങനെ ഒരു റൂം സ്പേസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുക ഒരു ഡോർ ആണെങ്കിൽ ഈ ഒരു കോർണറിലായിരിക്കും അല്ലേ. ഈ ഒരു കോർണറിലാവുമ്പോൾ ഡോർസിന് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഈ ഡോർ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡോർ പ്രൊവൈഡ് ചെയ്തതിന്റെ ഷട്ടർ നമുക്ക് കൂളായിട്ട് ഈ ഭാഗത്തോട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം, ഇങ്ങനെ വെക്കാം അല്ലേ, കൂളായിട്ട് ഇവിടെ നിൽക്കും. എന്നാൽ വേറൊരു കേസ്, നമുക്ക് നോർമലി അങ്ങനെ പ്രൊവൈഡ് അല്ല, ഏതെങ്കിലും ഹാളുകളൊക്കെ വരുമ്പോൾ സെൻട്രൽ ഡോർ കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോ ഇതാണ് ഇതിന്റെ വാൾ തിക്നെസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡോർ കൊടുക്കേണ്ടി വന്നത്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫ്ലഷ് ആയിട്ട് വാളിന് ഫ്ലഷ് ആയിട്ട് കാണണം, ഈ ഒരു വാളിന് ഫ്ലഷ് ആയിട്ട് നമ്മുടെ ഡോറ് കാണണം. പക്ഷെ ഡോർ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യും വേണം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഡോർ ഇങ്ങനെ നിൽക്കും. ആക്ച്വലി സാധാ ഒരു ബട്ട് ഹിഞ്ച് ആണ് കൊടുക്കുന്നത്, ഈ ഡോർ ഇങ്ങനെ നിൽക്കും. അത് ഭയങ്കര ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മുടെ പാർലമെന്ററി ഹിഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് ഈ ഒരു വാളിന് പാരലൽ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്ത് നിർത്താൻ പറ്റും. അതാണ് ഈ ഹിഞ്ചിന്റെ പ്രത്യേകത. ഓക്കെ, ഗാർനറ്റ് ഹിഞ്ചസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, സോറി, സ്ലൈഡിൽ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഇനി പിൻ ഹിഞ്ചസ്. പിൻ ഹിഞ്ചസ് എന്ന് പറയുന്നത് ആക്ച്വലി ബട്ട് ഹിഞ്ചിന്റെ വേറൊരു ടൈപ്പ് തന്നെയാണ്. ഇതില് ഈ ഒരു ബട്ട് ഹിഞ്ചിൽ ഈ പിന്ന്, ഇതിൽ ഹിഞ്ചായിട്ട് പ്രൊവൈഡ് ചെയ്ത പിന്ന് ഇതിന് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഹെവി ആയിട്ടുള്ള ഡോറുകൾ ആണെങ്കിൽ ഫ്രെയിമിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം ഫ്രെയിമിലും ഈ ഭാഗം ഷട്ടറിലും ഫിക്സ് ചെയ്തതിന് ശേഷം ഡോർ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പിന്ന് ഇതിലോട്ട് ഇടാൻ പറ്റും. അങ്ങനെ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടി, ഹെവി ഡോറിന് ഫിക്സ് ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹിഞ്ചസ് ആണ് പിൻ ഹിഞ്ചസ്. ഇതിലെ ഈ സെൻട്രൽ പോർഷനിൽ വരുന്ന പിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും.
To hang heavy doors, the center pin can be removed and the two leaves of the hinge can be separately fixed to the frame. ഹിഞ്ചിന്റെ രണ്ട് ലീവുകളും സെപ്പറേറ്റ് ആയിട്ട് ഡോറിനും ഫ്രെയിമിലോട്ടും ഫിക്സ് ചെയ്യും, ഫ്രെയിമിലോട്ടും ഷട്ടറിലോട്ടും ഫിക്സ് ചെയ്തിട്ട് ഇത് പിന്നീട് പിന്ന് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പിൻ ഹിഞ്ചസ്. ഇനി സ്ട്രാപ്പ് ഹിഞ്ചസ്, ഇത് ഓൾഡർ ടൈപ്പ് ആണ്. ഹെവി ഡോർസിന് കുറച്ചുകൂടി പിടുത്തം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രാപ്പ് ഹിഞ്ചസ്. ഓക്കെ, ഇത് റൈസിംഗ് ബട്ട് ഹിഞ്ചസ്. ഇത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹിഞ്ച് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഉണ്ടോ? ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഡോർ ഓപ്പൺ ആവുമ്പോൾ ഡോർ അല്പം റൈസ് ആവുന്നുണ്ട്, ഉയരുന്നുണ്ട് കുറച്ച് മുകളിലോട്ട്. കണ്ടോ? ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും താഴോട്ട് തന്നെ പോകുന്നുണ്ട്. ഇതാണ് ആക്ച്വലി റൈസിംഗ് ബട്ട് ഹിഞ്ച്. ഈ ഒരു ടൈപ്പ് മെക്കാനിസം ആണ് ഇതിന് വരുന്നത്. ഇത് ആക്ച്വലി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്ന് വിട്ടു നിൽക്കും. ക്ലോസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ രണ്ട് ഫ്ലാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് അടുത്തോട്ട് വരും. ഇതാണ് റൈസിംഗ് ബട്ട് ഹിഞ്ചസ്. അതായത് നമുക്ക് ചില കേസുകളിൽ ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ഡോർ വരുന്ന പോർഷൻസിൽ ഒരു ലോവർ ആയിട്ടുള്ള ഫ്ലോർ ആണ്, പക്ഷെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫ്ലോർ ആയിട്ട് ഇത്തിരി കൂടുതലാണ്, ചെറിയൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ടൈപ്പ് ഡോറുകൾ കൊടുക്കാൻ പറ്റും. കാരണം അതാണ് റൈസിംഗ് ബട്ട് ഹിഞ്ചസ്. ടു റൈസ് ദ ഡോർ ബൈ അബൌട്ട് 10 mm when being open and closed and also to close it automatically. ഇതാണ് ആ വീഡിയോ, ഒന്നുകൂടെ കാണാം. ആക്ച്വലി ഇതാണ് അതിന്റെ മെക്കാനിസം. ഓട്ടോമാറ്റിക്കലി ഇത് താവുന്നതുണ്ടോ? ക്ലോസ് ചെയ്യുമ്പോൾ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഹിഞ്ച് റൈസ് ആവുന്നു. ഇതാണ് എൻ്റെ മെക്കാനിസം. ഓക്കെ, ഇതാണ് റൈസിംഗ് ബട്ട് ഹിഞ്ചസ്. ഇനി ബോൾട്ടുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ബോൾട്ടുകൾ, ബോൾസ് യൂസ്ഡ് ഇൻ ഡോർസ് അല്ലെങ്കിൽ വിൻഡോസ്. ഫസ്റ്റ് വൺ, അൾഡ്രോപ്പ് ബോൾട്ട്. അൾഡ്രോപ്പ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് സൈറ്റിൽ കേൾക്കുന്ന ഒരു വാക്കാണ്. ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ പറയുന്ന ഓടാമ്പൽ എന്ന് പറയുന്ന സാധനം, ഇതാണ് അൾഡ്രോപ്പ്. നെയിം പഠിച്ചെടുക്കൽ നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അൾഡ്രോപ്പ് ബോൾട്ട്. ഇപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം, യൂസ്ഡ് ഇൻ എക്സ്റ്റേണൽ ഡോർസിൽ യൂസ് ചെയ്യുന്നതാണ് അൾഡ്രോപ്പ് ബോൾട്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ്, അത്ര അങ്ങനെ ചോദിക്കാറില്ലെങ്കിലും നിങ്ങൾക്ക് സൈറ്റിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് മസ്റ്റ് ആയിട്ടുള്ള വേണ്ട സാധനങ്ങളാണ് ഈ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ് ഒക്കെ. കാരണം ഞാൻ പറഞ്ഞു, എസ്റ്റിമേറ്റിൽ അല്ലെങ്കിൽ ഒരു BOQവിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യും എന്ത് ടൈപ്പ് ഹിഞ്ചാണ്, എന്ത് ടൈപ്പ് ബോൾട്ട് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ലോക്സ് ആണ്, ലോക്കുകൾ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതാണ് അൾഡ്രോപ്പ് ബോൾട്ട്. അൾഡ്രോപ്പ് ഇതിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ബാരൽ ഓർ ടവർ ബോൾട്ട്, നാട്ടിൽ പറയുന്ന കുറ്റി എന്ന് പറയുന്ന സാധനം. യൂസ് ടു ഫിക്സ് ബാക്ക് ഫേസസ് ഓഫ് ഡോർ. ഡോറിന്റെ ബാക്ക് ഫേസുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബാരൽ ബോൾട്ട് ഓർ ടവർ ബോൾട്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ കോമൺ ആശാരിമാർ വരെ ഈ ടേം തന്നെയാണ് പലരും ഉപയോഗിക്കുന്നത്. ടവർ ബോൾട്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ കോമൺ ആളുകൾ വരെ ടവർ ബോൾട്ട് എന്നുള്ള ടേം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ നെയിം നിങ്ങൾ തന്നെ വായിക്കുക. എസ്പാഗ്നോലെറ്റ് ബോൾട്ട്. എസ്പാഗ്നോലെറ്റ് ബോൾട്ട് യൂസ്ഡ് ഫോർ ഹൈ ഡോർസ്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡോർ ബോൾട്ട് ആണ് ഇത്. സാധാ ടവർ ബോൾട്ടിന് പോലെ ജസ്റ്റ് ഒരു സ്പിൻഡിലും അത് റൈസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്ന സിസ്റ്റം അല്ല. ഇതിന് ഇവിടെ ഒരു നോബ് ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന നോബ്. അത് ആ നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴോട്ടും മേലോട്ടും മൂവ് ചെയ്യും. അതാണ് എസ്പാഗ്നോലെറ്റ് ബോൾട്ടിന്റെ പ്രത്യേകത. നല്ല നീളത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ബോൾട്ട് പ്ലേസ് ചെയ്യണം. നല്ല നീളത്തിൽ നല്ല ഹൈറ്റുള്ള ഡോറുകൾക്കാണ് ഇത് എസ്പാഗ്നോലെറ്റ് ബോൾട്ട് ഉപയോഗിക്കുന്നത്. എന്തിനാണ് അതിന്റെ പ്രത്യേകത? നല്ല ഹെവി ഹൈറ്റുള്ള ഡോർ ആണെങ്കിൽ നമുക്ക് താഴെ നിന്നും ഏറ്റവും ടോപ്പിൽ ടവർ ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നൊരാൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം കേസുകളാണ് എസ്പാഗ്നോലെറ്റ് ബോൾട്ടുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഫ്ലഷ് ബോൾട്ട്. ഫ്ലഷ് ബോൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഡോറിന് ഫ്ലഷ് ആയി തന്നെ, അതായത് എക്സ്പോസ് ചെയ്ത് നിൽക്കുക, പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല, ഡോറിൽ തന്നെ ഫ്ലഷ് ആയിട്ടാണ് ഇത്തരം ബോൾട്ടുകൾ പ്രസ് ചെയ്യുന്നത്. യൂസർ when it is decided to keep bolt flush with the face of the door. ഫേസ് ഓഫ് ദി ഡോറിന് ഫ്ലഷ് ആയിട്ട് ബോൾട്ട് നിൽക്കണം എന്നുള്ള കേസിലാണ് ഇത്തരം ബോൾട്ടുകൾ ഉപയോഗിക്കുന്നത്. കാരണം കണ്ടില്ലേ, ഇത് ഈ ഒരു
വിൻഡോ സോറി ഡോറിന്റെ ഷട്ടറിൽ ഒരു റിസസ് മേക്ക് ചെയ്തിട്ട് അതിനകത്താണ് ഇത്തരം ബോൾട്ടുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫ്ലഷ് ബോൾട്ട്. ഓക്കെ, കണ്ടോ, ഇതിനകത്ത് ഒരു റിസസ് മേക്ക് ചെയ്തു, അതിനകത്താണ് ബോൾട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹാസ്പ് ആൻഡ് സ്റ്റേപ്പിൾ ബോൾട്ട്, ഇത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ്. താൽക്കാലിക ഷെഡ് അതുപോലെ തന്നെ ഗോഡൗൺസ് കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഈ ഒരു സാധനം ഷട്ടറിൽ കൊടുക്കും, പുറത്ത് ഫ്രെയിമിൽ ജസ്റ്റ് ഇതിന്റെ ഈ ഒരു ലോക്കിംഗ് അറേഞ്ച്മെന്റ് പിടിച്ചിട്ടുണ്ടാവും. ഇത് അങ്ങോട്ട് മടക്കി വെക്കും, എന്നിട്ട് പാഡ് ലോക്ക്, അതായത് നമ്മളെ ലോക്ക് ഇട്ടിട്ട് പൂട്ടുന്ന അതാണ് ഹാസ്പ് ആൻഡ് സ്റ്റാപ്പിൾ ബോൾട്ട്. ഇനി ലാച്ചസ്. ലാച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണപ്പെടുന്ന ലോക്കില്ല, അതിന്റെ കൂടെ വരുന്ന സാധനമാണ് ലാച്ചസ് എന്ന് പറയുന്നത്. അസംബ്ലി ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതാണ് സംഭവം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറിനെ സെക്യൂർ ചെയ്യണം. അത് വെറുതെ ജസ്റ്റ് നമ്മൾ ഡോർ ക്ലോസ് ചെയ്താൽ പിന്നെ ഈ ഹാൻഡിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലാച്ചസിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ ലോക്സിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഹിഞ്ചസും കഴിഞ്ഞു, ബോൾട്ടുകളും കഴിഞ്ഞു. ലോക്കുകൾ നോർമലി കാണപ്പെടുന്ന ലോക്കുകളിൽ ഒന്ന് കപ്ബോർഡ് ലോക്ക്. കബോർഡ് ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെറിയ ഷെൽഫുകൾക്കും ചെറിയ മേശയുടെ ഷെൽഫുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന അത്ര സേഫ് അല്ലാത്ത ഒരു ലോക്ക്. യൂസ്ഡ് ടു ലോക്ക് ഡോർസ് ഓഫ് മൈനർ ഇമ്പോർട്ടൻസ്. ഇതാണ് കപ്ബോർഡ് ലോക്ക്. ഹുക്ക് ആൻഡ് ഐ. നമ്മുടെ നാട്ടിൽ പറയുന്ന കുറ്റിയും കുളത്തും അല്ലേ. ഹുക്ക് ആൻഡ് ഐ യൂസ്ഡ് ടു ലോക്ക് വിൻഡോസ്. ഇതാണ് ഹുക്ക് ആൻഡ് ഐ. ഈ പേര് നിങ്ങൾ പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ്. ഹുക്ക് ആൻഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹുക്ക് ആൻഡ് ഐ. അങ്ങനെ ഒരുപാട് ടേംസുകൾ ഹുക്ക് ആൻഡ് ഐ. ഓക്കെ, മോർട്ടിസ് ലോക്ക്. മോർട്ടിസ് ലോക്ക് ആണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള സാധനം. മോർട്ടിസ് ലോക്ക് ഫിക്സ്ഡ് ഇൻ ദ മോർട്ടിസ് ഫോം ഓൺ ദ എഡ്ജ് ഓഫ് ദ ഡോർ. ഡോറിന്റെ എഡ്ജിൽ ഒരു മോർട്ടിസ് ഫോം ചെയ്യും, അതിലാണ് മോർട്ടിസ് ലോക്കുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി പാഡ് ലോക്ക്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാഡ് ലോക്ക്. ഇതിന്റെ പേരാണ് പാഡ് ലോക്ക്. യൂസ്ഡ് വെൻ അൾഡ്രോപ്പ് ബോൾട്ട്സ് ഓർ ഹാസ്പ് ആൻഡ് സ്റ്റാപ്പിൾ ബോൾട്ട്സ് ആർ എംപ്ലോയ്ഡ്. പറഞ്ഞു, അൾഡ്രോപ്പ് ബോൾട്ട് അതായത് ആമത്താവ് അല്ലെ, ആമത്താവും അല്ലെങ്കിൽ ഹാസ്പ് ആൻഡ് സ്റ്റാപ്പിൾ ബോൾട്ടോ എംപ്ലോയ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലോക്കാണ് പാഡ് ലോക്ക്. പാഡ് ലോക്ക്, മോർട്ടിസ് ലോക്ക്. ഓക്കെ, മറന്നു പോകരുത്. ഏതൊക്കെ ലോക്കുകൾ പറഞ്ഞു? കപ്ബോർഡ് ലോക്ക്, ഹുക്ക് ആൻഡ് ഐ, മോർട്ടിസ് ലോക്ക്, പാഡ് ലോക്ക്. ഇനി ഡോറിന്റെ ഹാൻഡിൽസ് ആണ്. ടൈപ്പ് ഹാൻഡിൽ, ബൗ ഹാൻഡിൽ, ലിവർ ഹാൻഡിൽ. ബൗ ഹാൻഡിൽ ഉദ്ദേശിച്ചത് നോർമൽ ഉള്ളൊരു ഹാൻഡിൽ, അതായത് ലിവർ മെക്കാനിസം ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സ്ക്രൂവോ അല്ലെങ്കിൽ ബോൾട്ടോ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒരു ഹാൻഡിൽ അതിൽ പിടിച്ച് വലിക്കാം, അത്രേ ഉള്ളൂ. അതാണ് ബൗ ഹാൻഡിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലിവർ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് ലിവർ. നമ്മൾ ഇപ്പോൾ എടുത്ത മോർട്ടിസ് ലോക്കിന്റെ കൂടെ വരുന്ന ഹാൻഡിലുകൾ, മോർട്ടിസ് ലോക്ക് എന്ന് പറയുന്ന അതിന്റെ കൂടെ ഹാൻഡിൽ ഉണ്ടാവും. ഈ ഹാൻഡിലുകൾ, ഇത്തരം ഹാൻഡിൽ എന്താണ്, ഡോർ ക്ലോസസ് ഓട്ടോമാറ്റിക്കലി വൻ ഹാൻഡിൽ ഈസ് റിലീസ്. നമ്മളെ ഹാൻഡിൽ താഴോട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് പോവും, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. പക്ഷെ നമ്മൾ കൈ ജസ്റ്റ് ഫ്രീ ആക്കിയാൽ മതി, അത് എന്ത് ചെയ്യും, റിട്ടേൺ പോയിട്ട് ഇത് ഡോർ ക്ലോസ് ആവും. അതാണ് ഇത്തരം ഡോറുകളുടെ പ്രത്യേകത, ലിവർ ഹാൻഡിലുകളുടെ പ്രത്യേകത. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ഹാൻഡിലുകളും അതുപോലെ തന്നെ ലോക്കുകളും ബോൾട്ടുകളും ഹിഞ്ചുകളും എല്ലാം ഉണ്ടാവും. നോർമലി നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ എക്സാമിന് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകൾ. ഓക്കെ, ഇതാണ് ഫിക്സേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സിൽ പഠിക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് വിൻഡോസിന്റെ കേസുകൾ പഠിക്കാനുള്ളത്. വിൻഡോസ് ആൻഡ് ഡോർസ് എന്നുള്ള പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിൻഡോസ് ആൻഡ് ഡോർസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. ഇതിൽ പഠിക്കാനുള്ളത് ടെക്നിക്കൽ ടേംസുകൾ പഠിച്ചെടുക്കുക, ഓരോ പാർട്സുകൾ, കമ്പോണൻസുകൾ, അതിന്റെ ടേമുകൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനുകൾ, കേരള PSC മാത്രമല്ല എല്ലാ എക്സാമുകൾക്കും ഡോർസ് ആൻഡ് വിൻഡോസ് എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇത് കൃത്യമായിട്ട് ബേസ് ആക്കി പോയി കഴിഞ്ഞാൽ പിന്നീട് എക്സാമിന്റെ സമയത്തൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ടൈം കേൾക്കുന്ന പോലെ ആവില്ല. നിങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം കേട്ട് അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞു പോയി എപ്പോഴെങ്കിലും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അന്ന് കേട്ടതായിട്ടൊരു ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ടേമുകളൊക്കെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, വായിക്കുക. കൂടുതലായിട്ട് ടെക്സ്റ്റും കൂടെ ഇതിനെ കൂടെ റീഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സ്ലൈഡിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന പോയിന്റുകൾക്ക് പരിമിതി ഉണ്ട്. കാരണം കംപ്ലീറ്റ് പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ
പക്ക PDF നോട്ട് പോലെ തന്നെ ആവും. അതുകൊണ്ടാണ്. അപ്പോൾ എത്രയാണ് പറയാനുള്ളത്. അതോടുകൂടി നമ്മൾ വിൻഡോസ് ആൻഡ് വെന്റിലേഷൻ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡെയിലി ക്വിസ് ബാലൻസ് ഉണ്ട്. ഡെയിലി ക്വിസ് ഡോർസ് ആൻഡ് വിൻഡോസ് ആൻഡ് വെന്റിലേറ്റർ ഒരുമിച്ച് ഒരു ഡെയിലി ക്വിസ് ഇന്ന് ഉണ്ടാവും. ഞാൻ അത് ഗ്രൂപ്പിൽ അറിയിക്കാം. നിങ്ങൾ അറ്റൻഡൻസ് ആസ് യൂഷ്വൽ നിങ്ങൾ അത് ഗൂഗിൾ ഫോം വരും, അതിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം നിങ്ങൾ അറിയിച്ചാൽ മതി. PDF വേണമെങ്കിൽ അയച്ചു തരാം. ഓക്കെ, എനിവേ താങ്ക് യു, താങ്ക്സ് ഓൾ.